ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 3 പാർട്ടുകളായിട്ട് ജൂലൈ 2025 എക്സാമിന്റെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ: എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ദാറ്റ് ആർ റിലേറ്റഡ് ഇൻ സം വേ ബൈ ബീയിങ് ഓൾട്ടർനേറ്റീവ്സ് ടു ഫുൾഫില്ലിംഗ് ദി സെയിം നീഡ് ഓഫ് കസ്റ്റമർ ഈസ് നോൺ ആസ്. കസ്റ്റമേഴ്സിന്റെ ഒരേ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് പ്രൊഡക്റ്റ് ലൈൻ ആണ്. അതായത് സപ്പോസ് നമ്മളൊരു പ്രൊഡക്റ്റ് ലൈനിൽ വരുന്ന എക്സാമ്പിളാണ് ഡോവ്. ഈ ഡോവിന് ഡോവ് സോപ്പ് ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്, ഷാമ്പു ഉണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് നമുക്ക് ഏകദേശം ഒരേ ഒരു പർപ്പസിന് വേണ്ടി, കുളിക്കാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡക്റ്റ് ലൈനിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് മിക്സ്? നമ്മൾ മെനി പ്രോഡക്റ്റ് ലൈൻ ടുഗെദർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? പ്രൊഡക്റ്റ് മിക്സ് ആണ്. അതായത് ഒരേ കമ്പനി തന്നെ സോപ്പും ഷാമ്പു, ഡിറ്റർജൻറ്റ്, ഫുഡ്, ഇങ്ങനെ പല കാര്യങ്ങൾ, മെനി പ്രോഡക്റ്റ്, പല ടൈപ്പ് പ്രൊഡക്റ്റുകൾ നമ്മളെന്താണ് ഒന്നിച്ച് ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് റേഞ്ച് ആണെങ്കിൽ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓർമ്മിച്ച് വെക്കാനായിട്ട് ഡയറി മിൽക്ക്, അതിൻ്റെ 10 ഗ്രാമിൻ്റെ ഉണ്ട്, 25 ഗ്രാമിൻ്റെ ഉണ്ട്, ഡയറി മിൽക്ക് സിൽക്ക് ഉണ്ട്, ഫ്രൂട്ട് ആൻഡ് നട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരേ സാധനമാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സെയിം നീഡും പക്ഷെ മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് ലൈൻ. ഫോർ എക്സാമ്പിൾ, ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഓറൽ കെയർ എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കോൾഗേറ്റ് ഉണ്ട്, സെൻസോഡൈൻ ഉണ്ട്, ക്ലോസപ്പ് ഉണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓറൽ കെയർ എന്നുള്ള പർപ്പസിനാണ്. അപ്പം ഇതിൽ കീവേഡ്സ് ആണ് നോക്കി വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് ഈ ഒരു സെയിം നീഡ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ലൈൻ ആണ്. നമ്മൾ മെനി പ്രോഡക്റ്റ് ലൈൻ ടുഗെദർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് മിക്സ് ആണ്. ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സെയിം പ്രോഡക്റ്റ് എന്ന് കണ്ടാൽ അത് പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. സെയിം നീഡ് മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് എന്ന് കണ്ടാൽ അത് പ്രൊഡക്റ്റ് ലൈൻ ആണ്. പല സെന്റൻസുകളായി ചോദിക്കും, പക്ഷേ ഈ കീവേഡ്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആൻസർ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ: വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈക്വൽസ്. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറി കോസ്റ്റ്, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഫാക്ടറി കോസ്റ്റോ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റീഓർഡർ ലെവൽ ഈക്വൽസ്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്, മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി, ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം, നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ആൻസർ വരുന്നത് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവൽ ആണ്. ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആണ്. പക്ഷെ ഇതിൽ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ കൺസംഷൻ നോർമൽ പീരീഡ് ആണ്. അതല്ല, പകരം റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് ലെവൽ ആണ്. ഇക്വേഷൻസ് പഠിച്ചു വെക്കണം, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഐഡന്റിഫൈ ഗ്രൂപ്പ് ഓഫ് ബോണസ് പ്ലാൻ. മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, മെഡക്സ് പോയിന്റ് ഓഫ് പ്രീമിയം പ്ലാൻ, റോവൻ പ്ലാൻ, സ്കാൻലോൺ പ്ലാൻ. ആൻസർ വരുന്നത് സ്കാൻലോൺ പ്ലാൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, ഗ്രൂപ്പ് ഇൻസെന്റീവ് ബേസ്ഡ് ബോണസ് സിസ്റ്റം ഉണ്ട്. ഇതിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഇൻസെന്റീവ് പ്ലാൻസ് ആണെങ്കിൽ അതിൽ വരുന്നത് ഹാൽസേ പ്ലാൻ, റോവൻ പ്ലാൻ, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ, ദെൻ ബെഡക്സ് പോയിന്റ് ഓഫ് പ്രീമിയം പ്ലാൻ. ഇത്രയാണ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ഇൻസെന്റീവ്സിൽ വരുന്നത്. ഗ്രൂപ്പ് ബേസ്ഡിൽ സ്കാലൻ പ്ലാൻ, പ്രീസ്റ്റ്മാൻ പ്ലാൻ എന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് പ്ലാനുകളാണ് എന്തിലെ ഗ്രൂപ്പ് ബേസ്ഡ് ഇൻസെന്റീവ് ബോണസ് പ്ലാൻസിൽ വരുന്നത്. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ വരുന്നതാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ, സർവീസ് കോസ്റ്റ് സെന്റർ, പേഴ്സണൽ കോസ്റ്റ് സെന്റർ, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ. ദെൻ അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് മെഷീൻ ഷോപ്പ്, സ്റ്റോർ യാർഡ്, സ്റ്റോർ കീപ്പർ, പവർ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഇതിന്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്.
ബി ആണ് ആൻസർ വരുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീൻ ഷോപ്പാണ്. സർവീസ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. പേഴ്സണൽ കോസ്റ്റ് സെന്റർ സ്റ്റോർ കീപ്പർ ആണ്. ദെൻ ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് സ്റ്റോർ യാർഡ് ആണ്. അപ്പൊ ഇത് ഓർമ്മിച്ചു വെക്കാനായിട്ട് പ്രൊഡക്ഷൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്ത്? നമ്മുടെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് മെഷീൻസ് നമുക്ക് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടതാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് സർവീസ് കോസ്റ്റ് സെന്റർ യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സപ്ലൈ ഉള്ളതാണ്. നമുക്ക് എന്താണ്? ഒരു സപ്പോർട്ടാണ്. പേഴ്സണൽ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ പേഴ്സൺസുമായി റിലേറ്റഡ് ആണ്. അതായത് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണല്ലോ. ദെൻ ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. സ്റ്റോർ യാർഡ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ട്രൂ സ്റ്റേറ്റ്മെന്റ്. Statement 1. Role conflict occurs when expectation of a role are materially different from the behavior anticipated by the person in that role. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, goal conflict occurs at different level when the individual faces the problem of choosing among two or more goals which are mutually competing some way. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് റോൾ കോൺഫ്ലിക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, ഒന്ന് ഗോൾ കോൺഫ്ലിക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസും നമ്മുടെ ബിഹേവിയറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ത്? റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയറും ആന്റിസിപ്പേറ്റ് ചെയ്ത ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗോളുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. രണ്ട് ഗോൾ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രശ്നമാണ്. ഗോളിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഗോൾ കോൺഫ്ലിക്റ്റ്. ഗോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. റോൾ ആണെങ്കിൽ എക്സ്പെക്ടേഷനും ബിഹേവിയറും, ഈ രണ്ട് ടേമാണ് നോക്കേണ്ടത്. ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗോൾ കോൺഫ്ലിക്റ്റ്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ തന്നിട്ടുള്ളത് ബിസിനസ് എൻവയോൺമെന്റ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി എന്നുള്ളതാണ്. അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബിസിനസ് എൻവയോൺമെന്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഡൈനാമിക് ഫോഴ്സസ്. രണ്ട് അസേർഷനും റീസണും തന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ട് എങ്ങനെയാണ്? ബോത്ത് എ ആൻഡ് ആർ ഫാൾസ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്. ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. എ ഫോൾസ് ആണ്, ആർ ട്രൂ ആണ്. ആർ ഫോൾസ് ആണ്, എ ട്രൂ ആണ്. ഈ സെന്റൻസ് വായിച്ചു നോക്കുക. അസേർഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്, ബിസിനസ് എൻവയോൺമെന്റ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. റീസൺ നോക്കിക്കേ, ദി ബിസിനസ് എൻവയോൺമെന്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഡൈനാമിക് ഫോഴ്സസ്. അതും റീസണും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് അസേർഷൻ എന്താ തന്നിട്ടുള്ളത്? ബിസിനസ് എൻവയോൺമെന്റ് ഓരോ കൺട്രി മാറുമ്പോഴും ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു റീസൺ അല്ല നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അല്ലെ, ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഒരു ബിസിനസ് എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആയിട്ട് ഡെഫിനിഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. കോമ്പിനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡൈനാമിക് ഫോഴ്സ് ആണ് ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് കൺട്രി ടു കൺട്രി ഡിഫറെന്റ് ആയെന്നുള്ള റീസൺ അല്ല പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇവിടെ റീസൺ എങ്ങനെ വരണമായിരുന്നു? നമ്മുടെ പൊളിറ്റിക്കൽ ഫോഴ്സസും ഉണ്ട്, എക്കണോമിക് ഫോഴ്സസും ഉണ്ട്, ഒക്കെ എന്താണ് ഇത് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഇത് കൺട്രി ടു കൺട്രിയിൽ ഡിഫറെന്റ് ആയത്. കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെയാണ് ഡിഫറെന്റ് ആയതെന്ന് റീസൺ പറഞ്ഞാൽ അത് ശരിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും എന്താണ് ഡെഫിനിഷൻ ആയിട്ടാണ് തന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് എയും റീസണും, അത് അസേർഷനും റീസണും ശരിയാണ്. പക്ഷെ ആർ എന്തല്ല? കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതായത് അസേർഷന്റെ ഒരു എന്തുകൊണ്ടാണ് അസേർഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, ഇതിന്റെ റീസൺ എന്താണെന്നാണ് താഴെ കൊടുക്കേണ്ടത്, റീസണിൽ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ത് റീസണിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. The next question, the meaning of the term value in value engineering means. Value engineering value എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ വരുന്നത് യൂട്ടിലിറ്റി ആണ്. Then 29ാമത്തെ question, which among the following is not a management accounting technique? Options: budgetary control, fund flow analysis, job costing, marginal costing. ആൻസർ വരുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക് ആണ്. ബാക്കിയുള്ള ബഡ്ജറ്ററി കൺട്രോള്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ് ഇതൊക്കെ മാർജിനൽ അക്കൗണ്ടിങ് ടെക്നിക്സുകളാണ്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് ദി സ്റ്റെപ്പ് ഇൻ വാല്യൂ അനാലിസിസ് സ്റ്റെപ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
ഇന്നൊവേഷൻ, ഫെമിലൈസേഷൻ ടു ഗെയിൻ ഇൻഫർമേഷൻ, അനാലിസിസ് ടു ഐഡന്റിഫൈ പ്രോബ്ലം ഏരിയ, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ. ഇതൊക്കെയാണ് നമുക്ക് സീക്വൻസ് തന്നിട്ടുള്ളത്. ആൻസർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തേതാണ് ആൻസർ ആയി പറയുന്നത്. ഇങ്ങനെ ഓർമ്മിച്ചു വെക്കുക. ആദ്യം ഫെമിലിയറൈസ് ആണ് വരിക, ദെൻ അനലൈസ്, ഇന്നൊവേറ്റ്, ഇവാലുവേറ്റ്, ഇംപ്ലിമെന്റ്. ഇത് ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എങ്ങനെ വന്നാലും നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് കിട്ടും. ഫസ്റ്റ് വരുന്നത് ഫെമിലിയറൈസ് ആണ്, ഫെമിലിയറൈസ് ടു ഗെയിൻ ഇൻഫർമേഷൻ. രണ്ടാമത് വരുന്നത് അനലൈസ് ആണ്, അനാലിസിസ് ആണ്, അനാലിസിസ് ടു ഐഡന്റിഫൈ പ്രോബ്ലം ഏരിയ ആണ്, അനലൈസ് ചെയ്യുന്നതിൽ. ദെൻ ഇന്നൊവേഷൻ, ഇന്നൊവേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നൊവേഷൻ. ദെൻ ഇവാലുവേറ്റ് ആണ്, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ. ദ ലാസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.